വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. എടാ, നമുക്കറിയാം LDC ദേവസ്വം ബോർഡ് LDCയുടെ എക്സാം ഡേറ്റ് ഇതാ വന്നിരിക്കുകയാണ്. ജൂലൈ 13 എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ നമ്മുടെ LDCയുടെ ദേവസ്വം ബോർഡ് LDCയുടെ എക്സാം നടക്കുകയാണ്. അങ്ങനെ എക്സാം ഡേറ്റ് ഇതാ വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും പഠനം നല്ല തകൃതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ 45 ഡേയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം ഒന്ന് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 ഡേയ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്, പഠിക്കുവാൻ വേണ്ടി, പഠിച്ചു തീർക്കാൻ വേണ്ടിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നല്ല ഉഷാറായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം അപേക്ഷകരുടെ എണ്ണം, മെയിൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ 57,854 അപേക്ഷകരാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ പോയിട്ടുള്ളത്. ഇത്രയും 57,854 നിന്ന് ഒരാളാവണം, ലിസ്റ്റിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരാളാവണം നമ്മൾ എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ എന്തുകൊണ്ട് ക്രാഷ് ബാച്ച് ഈ 45 ഡേയ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ LDC ദേവസ്വം ബോർഡ് LDC ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽസ് തന്നുകൊണ്ട്, ഏറ്റവും നല്ല ക്ലാസ്സുകൾ തന്നുകൊണ്ട്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ LDC ക്രാഷ് ബാച്ച്, ദേവസ്വം ബോർഡിന്റെ LDC ക്രാഷ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് LDC ക്രാഷ് ബാച്ച് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന നാൾ തൊട്ട് നമ്മൾ ഇതിന്റെ സിലബസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള സിലബസുകൾ, പണ്ട് വന്നിട്ടുള്ള സിലബസുകളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. അന്ന് നമ്മൾ പറഞ്ഞു ഇതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ വരില്ല. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. സിലബസിൽ ഒരു മാറ്റവും ഇല്ല. നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ്. 13/7/2025 സൺഡേ ആണല്ലേ, സൺഡേ ആണ് എക്സാം നടക്കുന്നത്. 1:30 PM എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാം നടന്നിരിക്കും. ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള എക്സാം ഡേറ്റ്, ദേവസ്വം ബോർഡ് LDCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള എക്സാം ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് ജൂലൈ 13-ാം തീയതി എക്സാം നടക്കുമെന്നതാണ്. നമ്മൾ പറഞ്ഞായിരുന്നു, അന്ന് നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഈ സിലബസിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഇനി വരുന്ന സിലബസിൽ ഉണ്ടായിരിക്കില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സിലബസ് പാറ്റേണിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ സിലബസ് വന്നിരിക്കുന്നത്. പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരും പഠനം തകൃതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണെങ്കിൽ നമുക്ക് ഈ അപേക്ഷകരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 57,854 അപേക്ഷകരെ അതിജീവിച്ചുകൊണ്ട് 1-ാം സ്ഥാനത്ത്, അവരോടാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് ചെയ്യുന്നത്, അവരോടാണ് നമ്മൾ മത്സരിക്കുന്നത്. മത്സരിച്ച് ലിസ്റ്റിലെത്തിയാൽ മാത്രം പോലെ നമുക്ക് ജോലി ഉറപ്പിക്കണം. ജോലി ഉറപ്പിക്കണമെങ്കിൽ നല്ലൊരു ലിസ്റ്റിലേക്ക് നമ്മൾ എത്തണം, അല്ലെ, നല്ലൊരു റാങ്കിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ 1-ാം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ക്രാഷ് ബാച്ച്. കാരണം 45 ഡേയ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ദിവസത്തിൽ നമുക്ക് എങ്ങനെ പഠിച്ച് എങ്ങനെയാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം അതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ ക്രാഷ് ബാച്ച്. വലിച്ചുവാരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ വലിച്ചുവാരി ഒരു കാര്യത്തെ തന്നെ വലിച്ചുവാരി നീട്ടി പഠിക്കാതെ ആവശ്യമായ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം. ചില ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട മേഖലകളുണ്ട്, ചില ഇമ്പോർട്ടൻസ് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ ജനറൽ നോളജ് ആയാലും കുറച്ച് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലകളുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നായാലും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലകളുണ്ട്. ഈ മേഖലകളെ അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഈ 45 ദിവസം തന്നെ നമുക്ക് ധാരാളം, നല്ലൊരു ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടി ഈ 45 ദിവസം തന്നെ നമുക്ക് ധാരാളം. അതുകൊണ്ട് വലിച്ചുവാരി ഒന്നും നീട്ടിക്കുറുക്കി ഒന്നും തരാതെ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് മാത്രം വളരെ കൃത്യമായിട്ട്, വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ LDC ക്രാഷ് ബാച്ചിലൂടെ, ദേവസ്വം ബോർഡിന്റെ ക്രാഷ് ബാച്ചിലൂടെ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, നമുക്ക് സിലബസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പൊതുവിജ്ഞാനം, കറണ്ട് അഫേഴ്സ്, അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ നോളജ്, ആ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ലഘുഗണിതം, സിമ്പിൾ അരിത്തമാറ്റിക്, മെന്റൽ എബിലിറ്റി, ടെസ്റ്റ് റീസണിങ്, ഈ ഭാഗത്തുനിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ജനറൽ ഇംഗ്ലീഷിലുണ്ടാകും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന്, പ്രാദേശിക ഭാഷ എന്ന് പറയുന്ന
പറയുന്ന മലയാളം എന്ന് പറയുന്ന ഒരു മേഖല, കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ അകത്ത് ക്ഷേത്രാചാരങ്ങൾ, ക്ഷേത്രകലകൾ, അതുപോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങള്, നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ എന്താണ്, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ കുറിച്ച് എന്താണ് നമ്മളോട് ചോദ്യങ്ങൾ വരും. ക്ഷേത്ര കലകളെ പറ്റി ചോദ്യം വരും. ഇവിടെയൊക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിനെ ഫോക്കസ് ചെയ്യാൻ പഠിക്കണം. ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ചിലപ്പോൾ വലിച്ചു വാരി കൊടുത്തിരിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് ചിലപ്പോൾ 1 മാർക്കായിരിക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഈ 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ മാത്രം വലിച്ചു വാരി പഠിക്കാതെ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില ടോപ്പിക്കുകളിൽ നിന്നും 1, 2, 3 മാർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ഷേത്ര കലകളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ കഥകളി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അല്ലെ. മറ്റു കലകൾ ഒരുപാട് കിടക്കുമ്പോൾ ചാക്യാർകൂത്തും കൂടിയാട്ടവും ഒക്കെ എന്താണ് നിരന്ന് കിടക്കുന്ന സമയത്ത് കഥകളിയിൽ നിന്ന് തന്നെ 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം കഥകളി എന്ന് പറയുന്നത് ക്ഷേത്ര കലകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കലയാണ്. അപ്പൊ കഥകളിയിൽ നിന്ന് തന്നെ 2 മാർക്ക്. ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് തന്നെ മുന്നിലേക്ക് എത്താൻ സാധിക്കും. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേടാ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സിലബസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മാർക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ GK 60 മാർക്കാണ് അല്ലെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. GK 60 മാർക്കാണ്. ഇനി ഇംഗ്ലീഷിൽ 10 മാർക്കും, മാത്സിൽ എന്താണ് 10 മാർക്ക്, മലയാളം നോക്കിക്കഴിഞ്ഞാലും 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിനും 10 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ഏരിയാസ് ഉണ്ട്. ഇവിടുന്നായിരിക്കും ഈ വർഷവും ഈ എക്സാമിനും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്നത് ഈ ഏരിയയിൽ നിന്നായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വലിച്ചു വാരി കിടക്കുന്ന കാര്യങ്ങളെ വളരെ ചുരുക്കി കൃത്യമായ മാർക്ക് കിട്ടുന്ന ഏരിയ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു പഠിക്കുക എന്നതാണ്. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ ക്രാഷ് ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോപ്പർ സ്റ്റഡി പ്ലാൻ തന്നെയാണ്. ആദ്യം പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് 45 ദിവസമേ ഉള്ളൂ. ഈ 45 ദിവസത്തിൽ പഠിക്കുവാൻ വേണ്ടിയും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഈ 45 ദിവസത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, പ്രോപ്പർ ആയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഏതൊക്കെ ഭാഗങ്ങളാണ് കൃത്യമായി പഠിക്കേണ്ടത്, ഞാൻ ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ 45 ദിവസത്തിനുള്ളിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് സ്റ്റഡി നടത്താം. സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് മാറി ഒരുപാട് വിശാലമായി പഠിച്ച സമയം കളയാതെ സിലബസിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റഡി നടത്താം. അതും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലബസിൽ നിന്ന് മാറിപ്പോകാതെ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് വ്യക്തമായ കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ LTC ക്രാഷ് ബാച്ചിലൂടെ. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തത് ഇമ്പോർട്ടന്റ് ഏരിയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഉണ്ട് അല്ലെ. സ്പെഷ്യൽ ടോപ്പിക്കിലായാലും മറ്റു ജനറൽ ഇംഗ്ലീഷ് ആയാലും അതുപോലെ തന്നെ മലയാളമായാലും GK പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിന് കുറച്ചുകൂടി മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നമ്മുടെ LTC ക്രാഷ് ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇമ്പോർട്ടന്റ് ഏരിയാസ് നമുക്ക് 45 ദിവസം മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. പഠിച്ചു തീർക്കാൻ വേണ്ടി ഈ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ മൊത്തം സോർട്ട് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖല, അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അങ്ങനെ പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ ഈ കോഴ്സിലേക്ക് നമ്മൾ ആഡ് ആക്കിയിരിക്കുന്നത്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ PYQ ഡിസ്കഷൻ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ്. PYQ ഡിസ്കഷനും കൂടാതെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് സോർട്ടിംഗ് സെക്ഷനും, അതായത് കഴിഞ്ഞ PYQs കഴിഞ്ഞു പോയ എക്സാമുകളുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ സോർട്ട് ചെയ്ത ആ ഡിസ്കഷൻ മാത്രമല്ല, ഇനി എക്സ്പെക്ട് ചെയ്യാവുന്ന ഇനി നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ. കാരണം കഴിഞ്ഞ PYQs ഒക്കെ ഒന്ന് നന്നായി അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഭാഗത്ത് ഇനിയും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സോർട്ടിംഗ് സെക്ഷൻ കൂടി നമ്മൾ ഈ ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് PYQs ഒപ്പം തന്നെ എന്താണ് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പഠനം നിങ്ങൾക്ക് സാധ്യമാക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഈ 45 ദിവസം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ 57,845 എന്ന് പറയുന്നത് വെറും ഒരു നമ്പറായിട്ട് മാത്രം ചുരുങ്ങിക്കൊണ്ട് നിങ്ങൾ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്നത് തീർച്ച തന്നെയാണ്. നമുക്ക് ലിസ്റ്റിൽ കയറിയാൽ മാത്രം പോരടാ, നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ജോലിയാണ് അല്ലെ. നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ജോലിയാണ്. ജോലിയിലേക്ക് എത്തുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ലിസ്റ്റിൽ
നല്ലൊരു റാങ്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നും എങ്ങനെയാണ് ഈ കുറച്ച് ദിവസം കൊണ്ട്, കാരണം ജൂലൈ 13-ാം തീയതി എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ എക്സാമിങ് അടുത്തെത്തി കഴിഞ്ഞു. ഈ കുറച്ച് ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ എങ്ങനെ പഠിക്കും? ഇത്രയും കാര്യങ്ങളല്ലടാ, വളരെ ചുരുക്കിയാണ് നമ്മളെ LDC ക്രാഷ് ബാച്ചിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖല മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തു പോകുന്നത്. അത് തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടത്. വലിച്ചുവാരി പഠിക്കാൻ ഇന്ന് നമുക്ക് സമയമില്ല, വലിച്ചുവാരി നീട്ടി വലിച്ചു പഠിക്കാനൊന്നും നമുക്ക് സമയമില്ല. വളരെ കൃത്യമായിട്ട് വളരെ ആവശ്യമുള്ള കണ്ടന്റ് മാത്രം പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഇനി നമുക്ക് സമയമുള്ളത്. ഈ എക്സാമിന്റെ സമയം അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി, ഈ 45 ദിവസത്തെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി ആവശ്യമായ കണ്ടന്റ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ LDC ക്രാഷ് ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ നിങ്ങൾ LDCയുടെ ഒരു പേടിയും വേണ്ട. LDC ദേവസ്വം ബോർഡിന്റെ എക്സാം ഡേറ്റ് വന്നപ്പോൾ പിള്ളേരുടെ ടെൻഷനും അതുപോലെ തന്നെ കുട്ടികളുടേതായാലും കൺസേൺ ഒക്കെ ഭയങ്കര വലുതാണ്. ടെൻഷനും ഓരോ കാര്യങ്ങളിലും ഈ എക്സാമിങ് അടുത്തെത്തിക്കഴിഞ്ഞു, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പഠിക്കേണ്ടത്, ഇനി എവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത്, ഇവിടെ ഒന്നും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ടെൻഷനും ഭീതിയും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാമിനെ ക്രാക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എന്ന് പറയുന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ആണ് അല്ലെ. ഈ 45 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ എക്സാമിനെ ക്രാക്ക് ചെയ്യാം? ഇനി നമ്മുടെ മുന്നിലുള്ളത് ഒരൊറ്റ വഴിയാണ്, അങ്ങ് ആഞ്ഞിരുന്ന് പഠിച്ചോളുക അല്ലെ, ആഞ്ഞിരുന്ന് പഠിച്ചോളുക. ആവശ്യമായിട്ടുള്ള ആഞ്ഞിരുന്ന് പഠിക്കുമ്പോഴും ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട ഒന്നുണ്ട്, സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം. ഹാർഡ് വർക്ക് വേണമെന്നല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഹാർഡ് വർക്കിനേക്കാളും കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്മാർട്ട് വർക്കിനാണ്. ഈ സ്മാർട്ട് വർക്ക് എങ്ങനെ സാധ്യമാക്കും എന്നതാണ് LDC ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കോടാ, ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LDC ക്രാഷ് ബാച്ച് സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്നത് തന്നെ 2 പേരാണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്നത്. അവരുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് വ്യക്തമായ കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള 2 എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ആണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് തരുന്നത്. ഇത്രയും കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ 45 ദിവസം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് LDC ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ദേവസ്വം ബോർഡ് LDC ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ആവശ്യമായ കാര്യങ്ങളെ മാത്രം പഠിച്ചുകൊണ്ട് വേഗത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ആ ഒരു മോട്ടോയിൽ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന LDC ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ലിസ്റ്റിൽ നല്ലൊരു ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുമെന്നത് തീർച്ച തന്നെയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന കൂട്ടത്തിൽ കഠിനാധ്വാനത്തോടൊപ്പം തന്നെ സ്മാർട്ട് വർക്കും ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ലിസ്റ്റിലേക്ക് എത്താം. അപ്പൊ മറന്നുപോകേണ്ട 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നമ്മുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന 5-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്ന LDC ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾ എല്ലാവരെയും ജോയിൻ ചെയ്യുക. ഉഷാറായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. 45 ദിവസമാണെങ്കിൽ ഈ 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ലിസ്റ്റിൽ കയറിയിരിക്കുമെന്നത് തീർച്ച. മനസ്സിൽ കൽപ്പിച്ചു തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. താങ്ക് യു ഓൾ.